കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വരുന്നതിന് മുൻപ് നടി ശാലിനും നടൻ ഇടവേള ബാബുവും ചേർന്ന് നടത്തിയ ഒരു റീൽ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. എന്നാൽ നല്ല രീതിയിലല്ല ഇപ്പോൾ വൈറലായിരിക്കുന്നത് എന്നതാണ് പ്രശ്നം. അന്നെടുത്ത ആ ഒരു വീഡിയോ വെച്ച് ഇപ്പോൾ പലരും തന്നെ മോശക്കാരിയാക്കുന്നു എന്നാണ് നടി പറയുന്നത്. മലയാളികൾക്ക് ഏറെ സുപരിചിതയായ ഒരു നടിയാണ് ശാലിൻ. എന്നാൽ ശാലിൻ ഇന്നുവരെ വലിയ വിവാദങ്ങളിലൊന്നും പെടാത്ത ഒരു നടിയാണ്. എന്നാൽ മലയാള സിനിമകളിൽ തിളങ്ങി നിന്ന സമയത്ത് പോലും കേൾക്കാത്ത ചില ആരോപണങ്ങളാണ് നടി ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് സിനിമാ സെറ്റിൽ വെച്ച് ശാലിൻ ഇടവേള ബാബുവുമായിട്ട് ഒരു ടിക്ടോക്ക് വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ ഇടവേള ബാബുവിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഈ ഒരു സമയത്താണ് ആരൊക്കെയോ ആ പഴയ വീഡിയോ പൊക്കിക്കൊണ്ടുവന്നത്. അതേസമയം തന്റെ പഴയ സിനിമ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുകയാണ് നടി ഗ്രേസ്. നിലവിൽ മലയാള സിനിമയിൽ നിന്നും താൻ അർഹിക്കുന്ന പ്രതിഫലം തനിക്ക് കിട്ടുന്നുണ്ടെന്നും ഒരു സിനിമയിൽ താൻ അഭിനയിച്ച സമയത്ത് അതിലെ നായകനേക്കാൾ കൂടുതൽ പ്രതിഫലം തനിക്കാണ് കിട്ടിയതെന്നും നടി പറയുന്നു. അതേസമയം നടൻ ജയസൂര്യക്കെതിരെ വീണ്ടും വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് കൊടുത്ത ഇന്റർവ്യൂവില് നടൻ ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ്. ഒന്ന്, സ്ത്രീകൾക്ക് ഇവിടെ ബാത്റൂമിൽ പോകാനുള്ള സൗകര്യമുണ്ടോ? 2, ഇവിടെ നല്ല റോഡുകൾ ഉണ്ടോ എന്നൊക്കെ. എന്നാൽ നടൻ പണ്ട് പറഞ്ഞ ഇത്തരം വാക്കുകൾ വീണ്ടും നടന് തന്നെ വിനയായിട്ട് മാറിയിരിക്കുകയാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് മറ്റു ചില രാജ്യങ്ങളിലെ പോലെ നിയമങ്ങൾ ഇവിടെ കൊണ്ടുവരണമെന്നും സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും ആ അഭിമുഖത്തിൽ ജയസൂര്യ പറയുന്നുണ്ട്. ഇങ്ങനെയെല്ലാം ജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്തിരുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന സംശയത്തിലാണ് ജനങ്ങൾ. അതേസമയം നടൻ മോഹൻലാൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അതൃപ്തി അറിയിച്ചിരിക്കുകയാണ് ജനങ്ങൾ. ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായ മറുപടി നൽകാൻ ലാലേട്ടനു കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, രഞ്ജിത്ത്, മുകേഷ് ഉൾപ്പെടെയുള്ള കേസുകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടിയൊന്നും നൽകിയതുമില്ല. അതേസമയം ലാലേട്ടൻ എടുത്തു പറഞ്ഞ ഒരേ ഒരു കാര്യം, ഇന്നലെ വരെ നിങ്ങൾ സ്നേഹിച്ചിരുന്നവരല്ലേ ഇവരെല്ലാം എന്നായിരുന്നു. അതുകൂടാതെ സിനിമാ മേഖലയിൽ പവർ ഗ്രൂപ്പ് ഇല്ല എന്നും ലാലേട്ടൻ പറയുകയുണ്ടായി. അതേസമയം പൃഥ്വിരാജിന്റെ സിനിമാ സെറ്റിൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ ഒരു മൊഴിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നടി അവിടെ അനുഭവിച്ച സാഹചര്യങ്ങളെല്ലാം തന്നെ നടൻ പൃഥ്വിരാജിന് അറിയാമായിരുന്നു എന്നാണ് നടി പറയുന്നത്. എന്നാൽ ലോകത്ത് തന്നെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല, കേട്ടിട്ട് പോലുമില്ല എന്ന മട്ടിൽ പൃഥ്വിരാജ് എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന ഞെട്ടലിലാണ് പലരും. പൃഥ്വിരാജിനെ പോലെ ഒരു നടനിൽ നിന്നും ഇങ്ങനെയൊരു മൗനം ആരും പ്രതീക്ഷിച്ചു കാണില്ല എന്നതാണ്. സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസെടുത്തു എന്ന ഒരു പുതിയ വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂരിൽ വെച്ച് പുറത്തു പറയാനാകാത്ത ചില കാര്യങ്ങൾ രഞ്ജിത്ത് തന്നോട് ചെയ്തു എന്ന യുവാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്.